ആരാധനാ ക്രമവത്സരത്തിൽ പുതിയ ഒരു കാലം ആരംഭിക്കുകയാണ്. ഇവിടെ ദനഹാകാലം എന്നാണ് ഈ കാലയളവിൻ്റെ പേര്. ഇന്നലെ ആയിരുന്നു ദനഹ തിരുനാൾ എന്ന് നമുക്കറിയാമല്ലോ. യേശുവിൻ്റെ ജ്ഞാനസ്നാനമാണ് ദനഹായുടെ അടിസ്ഥാനം. ഈ ആരാധനാ കാലത്തും ദനഹാകാലത്തും നമ്മൾ യേശു ആരെന്ന വെളിപ്പെടുത്തലുകൾ ധ്യാനിക്കാൻ തിരുസഭ ആഗ്രഹിക്കുന്ന കാലയളവാണ്. കാലത്തൊഴുത്തിൽ പിറന്നു വീണ പിഞ്ചുപൈതൽ വാവിട്ട് കഴിയുന്ന ഒരു മനുഷ്യനില്ല. അവൻ ആരാണ്? അതിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഈ ഓരോ ഞായറാഴ്ചയും. ഈ കാലത്തൊഴുത്തിൽ പിറന്നു വീണ മനുഷ്യനില്ല ആരാണെന്ന സ്വതന്ത്ര വെളിപ്പെടുത്തലുകളാണ്. ഈ ഞായറാഴ്ച യേശു ആരാണെന്നാണെന്നോ വെളിപ്പെടുത്തുന്നത് സുവിശേഷത്തിലൂടെ. യേശുവിനെ ഇന്ന് സുവിശേഷത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെ പറ്റി പറഞ്ഞിരുന്നുവോ അവനെ ഞങ്ങൾ കണ്ടുകയാണ്. അതിനർത്ഥം യേശു ആരെന്ന ചോദ്യത്തിന് ഈ ഞായറാഴ്ച മറുപടിയായി തിരുസഭ ആഗ്രഹിക്കുന്നത്, നമ്മൾ നല്ല വിഷയമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരുന്നവൻ ആരോ അവനാണ്. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി പറഞ്ഞുവോ അവൻ ദാഹി നിൽക്കുന്നവനാണ്. അപ്പൊ നമ്മൾ ഈ മോശയുടെ നിയമവും പ്രവാചക ഗ്രന്ഥങ്ങളും എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് നോക്കണം. മോശയുടെ നിയമവും പ്രവാചക ഗ്രന്ഥങ്ങളും നമ്മൾ എവിടെയാണ് കണ്ടുമുട്ടുന്നത്? പഴയ നിയമത്തിലാണ്. ബൈബിൾ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് അറിയാമല്ലോ, പഴയ നിയമവും പുതിയ നിയമവും. മോശയുടെ നിയമവും പ്രവാചക ഗ്രന്ഥങ്ങളും നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലാണ്. ഈ പഴയ നിയമത്തിലെ മോശയുടെ നിയമവും പ്രവാചക ഗ്രന്ഥങ്ങളും എന്നാൽ അത് യഹൂദ മതഗ്രന്ഥമാണ്. യഹൂദ മതഗ്രന്ഥമാണ് ഈ മോശയുടെ നിയമം, പ്രവാചക ഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധമാണ്. ആ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ രാജ്യം യഹൂദയുടെ രാജ്യം എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. യഹൂദരുടെ ദേശം, അവിടെയാണ് യേശു പ്രവർത്തനമില്ല. അപ്പോൾ യഹൂദരുടെ മതഗ്രന്ഥം. ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഏത് മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്? യഹൂദരുടെ മതഗ്രന്ഥമാണ്. അപ്പോൾ നമ്മൾ ചില ക്രിസ്ത്യാനികൾ പോലും ഇസ്രായേൽ ചെയ്യുന്ന യുദ്ധത്തെ വല്ലാതെ ന്യായീകരിക്കുന്നു. ഇസ്രായേൽ ചെയ്യുന്ന യുദ്ധത്തെ ന്യായീകരിക്കുന്നവൻ യഹൂദ മതഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്, കത്തോലിക്ക മതഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ പഴയ നിയമം എന്നത് ഒരു റഫറൻസ് ഗ്രന്ഥമാണ്. പുതിയ നിയമത്തിൽ എന്തെങ്കിലും മനസ്സിലാകാതെ പറഞ്ഞാൽ ഒരു റഫറൻസിന് വേണ്ടി കൂട്ടിച്ചേർത്തതാണ് എന്ത്? പഴയ നിയമം. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥങ്ങളാണ് ബൈബിൾ എന്ന് പറയുമ്പോൾ അതിൽ പുതിയ നിയമമാണ്. യേശു പഴയ നിയമത്തിലെ അപൂർണതകൾ പരിഹരിച്ച് പുതിയ നിയമത്തിൽ വന്നു നിൽക്കുന്നവനാണ് ഈശോ. അപ്പോൾ ഈ മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരുന്ന യേശു വന്നിട്ട് എന്താണ് പറയുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ഈ കാലഘട്ടത്തോടുകൂടി നീതികൾക്ക് ശ്രദ്ധിച്ചു കഴിയും. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരുന്നവൻ ന്യായമായും വന്ന് മോശയുടെ നിയമവും പ്രവാചക ഗ്രന്ഥങ്ങളിലും തന്നെ നടപ്പാക്കുന്നത് അല്ല. യേശു അങ്ങനെ ആയിരുന്നില്ല. യേശു വന്നിട്ട് ഈ മോശയുടെ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കണമെന്നോ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതെല്ലാം നടപ്പാക്കണമെന്ന് പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഇവ രണ്ടും തിരുത്തുന്നു. യഹൂദ മതത്തിന്റെ ഭാഗമായി ജനിച്ച യേശു അവരെ കുറിച്ച് പ്രവചിച്ചിരുന്ന മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരുന്ന കാര്യങ്ങൾ തിരുത്തുന്നു. പ്രവാചക ഗ്രന്ഥങ്ങളുടെ തിരുത്തുന്ന ഒരു ഉദാഹരണം പറയാം. ഈ യേശുവിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് 12-ാം വയസ്സിൽ യേശു തനതായ ഒരു വർത്തമാനം കേൾക്കാനാണ് ഒരു മാസം എടുക്കണമെന്ന് പറയും. അതുപോലെ ഒരു സിനിമയാണെങ്കിൽ യേശുവിന്റെ മാസ് എൻട്രി 12-ാം വയസ്സിൽ. 12-ാം വയസ്സിൽ അവന്റെ എൻട്രി എന്നെ അറിയാമോ? അവന് കിട്ടിയ ബൈബിൾ ഭാഗം തിരുത്തി വായിച്ചുകൊണ്ടാണ് അവരുടെ മാസ് എൻട്രി. യഹൂദ മതഗ്രന്ഥത്തിൽ
അവനെ കുറിച്ച് പറഞ്ഞിരുന്ന കാര്യത്തെ തിരുത്തി വായിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കിട്ടി, അവൻ അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് ഒരു ഭാഗത്തെ ഒഴിവാക്കി. കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനങ്ങൾ പ്രഖ്യാപിക്കാൻ വന്നതെന്ന ഭാഗം അവൻ മനഃപൂർവ്വം വിഴുങ്ങി. പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരുന്നവൻ വന്ന് പ്രവാചക ഗ്രന്ഥങ്ങളെ തിരുത്തുന്നു. അതായത് പഴയ നിയമത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ അതെല്ലാം നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നേക്കരുത് എന്നാണ് ഈശോ പറഞ്ഞത്. പഴയ നിയമത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതെല്ലാം ചുമന്നുകൊണ്ട് നടന്നേക്കരുത്. പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുവഴി ചുമന്നുകൊണ്ട് നടക്കുന്ന ആരാ? യഹൂദർ. കാരണം അത് യഹൂദ മതഗ്രന്ഥമാണ്. പഴയ നിയമഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ഇഷ്ടവട്ടത്തോടെ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ യഹൂദ മതഗ്രന്ഥമായി പ്രഖ്യാപിക്കണം. യഹൂദ മതഗ്രന്ഥമല്ല ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥം. അപ്പൊ യഹൂദ മതഗ്രന്ഥത്തിലെ നിബന്ധനകളും നിയമങ്ങളും ഇഷ്ടവട്ടങ്ങളുമാണ് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി യഹൂദ മതഗ്രന്ഥമായി അംഗീകരിക്കുക. അത് തിരുത്തിയ യേശു നിനക്ക് ദൈവമായിട്ടില്ല ഇന്നുവരെ. നിയമത്തെ, മോശയുടെ നിയമത്തെ യേശു തിരുത്താൻ പോവാ. സാപത്ത് ലംഘിച്ചുകൊണ്ടും അങ്ങനെ പലതരത്തിൽ ഈശോ പറഞ്ഞു, നിയമങ്ങളെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. യേശുവിന്റെ അടുത്ത പ്രഖ്യാപനം. അതിനർത്ഥം പഴയ നിയമത്തിൽ മോശയുടെ അഥവാ യഹൂദ മതഗ്രന്ഥം അനുധാവനം ചെയ്തിരുന്ന പല കാര്യങ്ങളും അതിന്റെ നിയമങ്ങൾ ഉൾപ്പെടെ പ്രവചനങ്ങൾ പോലും ഞാൻ നടപ്പാക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഇപ്പൊ മോശയുടെ നിയമത്തെ പ്രവാചക ഗ്രന്ഥങ്ങൾ തിരുത്തി പ്രവേശിക്കുകയോ പുതിയ നിയമമെന്നോ ആണ് നമ്മൾ അനുധാവനം ചെയ്യുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടാൻ ആദ്യം വായിച്ച വായന നമ്മൾ കേട്ടു പുറപ്പാടിന്റെ പുസ്തകം. ശ്രദ്ധിച്ചു കേട്ടോ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശ പറയണമെങ്കിൽ ദൈവത്തിന്റെ മഹാത്മ്യം കാണണം. ദൈവത്തിന്റെ മഹാത്മ്യം കാണിക്കേണ്ടത് നമ്മളെ. പക്ഷേ പിന്നെ ഞാൻ എന്നെ തന്നെ കാണിച്ചു തരാം. അപ്പൊ പഴയ നിയമത്തിലെ ദൈവത്തെ കാണുന്നതും പുതിയ നിയമത്തിൽ ദൈവത്തെ കാണുന്നതിനും മനസ്സിലാക്കി കാണണം. നമ്മൾ യഹൂദ മതഗ്രന്ഥമാക്കിയവരാണോ ക്രിസ്തീയ മതഗ്രന്ഥമാക്കിയവരാണോ എന്ന ഒരു തിരിച്ചറിവാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടതുമാണ്. യഹൂദ മതഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടോ മോശം പറയും, നീ ഒരു മലയിരുട്ടിൽ വന്നു നിൽക്കണം. മലയുടെ ഞാനത് കടന്നു പോകുമ്പോൾ എന്റെ മുഖം ഞാൻ മറയ്ക്കും. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ കടന്നു പോയി കഴിയുമ്പോൾ മുഖം മറച്ച കൈമാറ്റും. അപ്പോൾ എന്റെ പിൻഭാഗം നിനക്ക് കാണാം. പഴയ നിയമത്തിലെ ദൈവം അപൂർണ്ണ വെളിപ്പെടുത്തുന്ന ദൈവമാണ്, പിൻഭാഗം കാണിക്കുന്ന ദൈവമാണ്. പുതിയ ദൈവം അതിനെ പിന്നീട് കാണുന്നുണ്ടോ? അതായത് ഈ ദൈവത്തെ കണ്ടാൽ മരിച്ചു, ദൈവത്തിന്റെ പ്രതാപപ്പെട്ട മരിച്ചു, ദൈവത്തെ കണ്ടവരാണോ ജീവിച്ചിട്ടില്ല. അതാണ് പഴയ നിയമം. പക്ഷേ ആ പഴയ നിയമം ദൈവം പിൻഭാഗം കാട്ടി മഹിമ പ്രഖ്യാപിച്ച് വളർന്നുപോയ ദൈവം പുതിയ നിയമത്തിൽ അവന്റെ മുഖദർശനം തരുന്നു. മുഖദർശനം, ദൈവത്തെ മുഖാമുഖം കാട്ടുന്ന തലമുറയാണ് ക്രിസ്ത്യാനികൾ. മുഖാമുഖം, അവന്റെ പരിശുദ്ധ കുർബാനയിലേക്ക് അവന്റെ മുഖം കാണാം. മുഖം, ദൈവത്തെ മുഖാമുഖം കാണാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ബൈബിൾ മതഗ്രന്ഥമായ മനുഷ്യൻ. ദൈവത്തിന്റെ പിൻഭാഗം കണ്ട പഴയ നിയമ ജനതയല്ല നമ്മൾ. യഹൂദ മതഗ്രന്ഥമല്ല നമ്മുടെ മതഗ്രന്ഥം. പിന്നെയോ ബൈബിളിൽ അവൻ മുഖദർശനം തരും. നമ്മുടെ ഈ ലേഖനത്തിന്റെ ആമുഖമായിട്ടുള്ള പാട്ടില്ല, ആ പാട്ടിന്റെ ലേഖനത്തിന്റെ ആമുഖമായിട്ടുള്ള നാലുവരി വിളിച്ചിട്ടുണ്ട്. നമ്മൾ നാലുവരി പഠിക്കും. കേട്ടോ, ദിനകാലത്ത് നമ്മൾ ആരാധിക്കണം, നമ്മൾ മനസ്സിലാക്കണമെന്നുള്ള ദൈവം കേട്ടോ. ഞങ്ങൾ കേട്ടവയെ പല നിയമത്തിൽ നമ്മൾ ദൈവത്തെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, അവനെ നമ്മൾ നേരിൽ കണ്ടു. ദൈവത്തെ നേരിൽ കണ്ട കാര്യങ്ങളെ മനോവിഷയമാക്കുന്ന ദിനകാലത്താണ് നമ്മൾ.
ദൈവത്തെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ചവർ, ദൈവത്തെ മുഖാമുഖം കാണാൻ ഭാഗ്യം ലഭിച്ചവർ, ദൈവത്തെ മുഖാമുഖം കണ്ട് മുഖം പ്രശോഭിപ്പിക്കുന്ന മനുഷ്യരാകേണ്ടവർ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായവർ ലജ്ജിക്കാവുകയില്ല. ദൈവത്തെ മുഖാമുഖം നോക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരില്ല, തലമുറിക്കേണ്ടി വരില്ല, ചാൻവിച്ചാകാൻ വരും. അതുകൊണ്ട് ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന പുതിയ നിയമത്തിന്റെ വക്താക്കളാവുക. ദൈവത്തിന്റെ മഹിമ കാണാൻ വെളിവില്ലാത്ത പഴയ നിയമ യഹൂദജനതയുടെ മനുഷ്യരുടെ നമ്മൾ പഴയ നിയമത്തിലെ പല അപൂർവങ്ങളും അതുപോലെ ചുമന്നുകൊണ്ട് നടക്കുന്ന പെന്തക്കോസ്തുകാര് അപ്പൊ എല്ലാം പഠിച്ചിട്ടുണ്ടോ? അതായത് പെന്തക്കോസ്തുകാര് വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു. വിഗ്രഹങ്ങൾ പാടില്ല. ബൈബിൾ അധിഷ്ഠിതമായിട്ട് പറയുന്നത്. ബൈബിൾ അധിഷ്ഠിതം എങ്ങനെയാണ് പറയുന്നത്? പഴയ നിയമത്തിൽ അതായത് ദൈവത്തിന് രൂപമില്ല, ദൈവം അദൃശ്യനാണ്, അരൂപിയാണ്, അതിന് ശരീരമില്ല. അപ്പൊ ശരീരമില്ലാത്ത ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പമാണ് പഴയ നിയമം. ആ പഴയ നിയമത്തിലെ ദൈവസങ്കല്പത്തിൽ നമ്മുടെ രൂപങ്ങൾ ഉണ്ടാകാൻ പറ്റില്ല. പക്ഷേ പഴയ നിയമത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം മനുഷ്യന്റെ രൂപമെടുത്തു, ആണെടുത്തു. ദൈവം മനുഷ്യന്റെ അശരീരിയായിരുന്ന ദൈവം രൂപമെടുത്തു. രൂപം ഉണ്ടാക്കാൻ പാടില്ലെന്ന് പഴയ നിയമം ചുമന്നുകൊണ്ട് നടക്കുന്നതാണ് യഹൂദന്റെ തോര. യഹൂദ മതഗ്രന്ഥം സ്വന്തം മതഗ്രന്ഥം പ്രഖ്യാപിക്കുക. പക്ഷെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാം, കാരണം ദൈവം രൂപം കൊടുത്തു. ദൈവം മനുഷ്യന്റെ രൂപം കൊടുത്തു. നിന്റെ ഷെയ്പ്പ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഷെയ്പ്പ് കിട്ടിയ ദൈവത്തിന്റെ ആളുകളാണ്, ഷെയ്പ്പില്ലാത്ത ദൈവത്തിന്റെ ആളുകളല്ല. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞതുപോലെ ചില പഴയ നിയമ ബാധ്യതയിലെ മനുഷ്യർ ആ പഴയ നിയമത്തെ അഥവാ യഹൂദ മതഗ്രന്ഥത്തെ ചുമന്നുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും, അതായത് വിഗ്രഹത്തിന്റെ കാര്യം മാത്രമല്ല, പഴയ നിയമം ഓരോ കൃത്യം ചുമന്നുകൊണ്ടുള്ള ആളുകളും പഴയ നിയമം ഓരോ കൃത്യമാവും. അതായത് തോറയിൽ പറയുന്ന യഹൂദന്റെ മതഗ്രന്ഥമായ തോറയിലും മറ്റും പറയുന്ന പുരോഹിതൻ പഴയ നിയമം വെല്ലിറക്കണം. പഴയ അതായത് തോറയിൽ പ്രവാചകങ്ങളിൽ പഴയ നിയമത്തിൽ പറഞ്ഞ വെല്ലി അത് ഇന്നും മനുഷ്യരുണ്ടാവും. അപ്പോൾ ഇതുവരെയും ദൈവത്തെ ക്രിസ്ത്യാനി എന്ന ലേബലും എന്നാൽ വെളിപ്പെട്ട് കിട്ടിയ ക്രിസ്തുവിനെ അംഗീകരിക്കാതിരിക്കുകയും പഴയ നിയമത്തിൽ വെളിപ്പെടാതെ നിൽക്കുന്ന ദൈവത്തെ, നിഗൂഢതകളുടെ ദൈവത്തെ, വിരികൾക്കപ്പുറം നിൽക്കുന്ന ദൈവത്തെ യേശു ബലിയർപ്പിച്ചതുകൊണ്ട് ദേവാലയത്തിന്റെ തിരശ്ശീല നെടുവെ കയറിപ്പോയി പ്രഖ്യാപനം. അപ്പോൾ പഴയ നിയമത്തിന്റെ അപൂർണതകളെ കുഴിച്ചുകൂടി അതിനെ പൂർത്തീകരിച്ച് പുതിയ നിയമത്തിൽ നിൽക്കുന്ന യേശു, അതാണ് രണ്ടാകാലത്ത് തിരുസഭ, കത്തോലിക്ക സഭ നമുക്ക് തരുന്ന ദൈവാരാധനായിരിക്കും. മുഖാമുഖം ദൈവത്തെ കണ്ട് ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ അപൂർണമായിട്ടല്ല പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന എമ്മാനുവേൽ കൂടെയുള്ള ദൈവം, കൂടെ നിൽക്കുന്ന ദൈവത്തെ അദൃശ്യനും അരൂപിയുമൊന്നുമല്ല. അവൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന, കൈകൊണ്ട് തോന്നിക്കാവുന്ന, നാവിൽ രുചിച്ചറിയാവുന്ന ദൈവം. ആ ജീവിതം പഴയതില്ല. അപ്പോ പുതിയ നിയമത്തിന്റെ ദൈവം നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന, നമ്മുടെ വൈകാരികളിലേക്ക് കടന്നുകൂടുന്ന ദൈവമാണ്. രുചിച്ചറിയാവുന്ന, മണത്തറിയാവുന്ന, തൊട്ടറിയാവുന്ന ഒരു ദൈവം. ആ ദൈവത്തെ നമുക്ക് കിട്ടുന്ന പരിശുദ്ധപൂർവ്വമായിട്ട് ആദരവ് കാണിച്ച് നമ്മൾ ജനകാലത്ത് ദൈവമേ അങ്ങേ മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന ഒരു ഗണത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഭാഗ്യം എന്ന് പ്രഖ്യാപിച്ച് നമുക്ക് ജനകാലത്തിന്റെ ആരോഗ്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ദൈവമേ അനുഗ്രഹിച്ചു.